ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമായോ? വിഷമമായെങ്കിൽ സോറി. നീ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ? അതെ, അനുമോളുടെ സംസാരമാണ്. രണ്ടുപേരോട് അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് അനുമോളോട് ചോദിക്കുകയാണ്, നീ അങ്ങനെ പറഞ്ഞില്ലേ നിനക്ക് പിന്നാലെ കിട്ടിയെന്നത്? അതാ നീ ഓൾറെഡി സേഫായി, ഞങ്ങൾ എവിടെ കിടക്കുന്നത്? അപ്പം നിനക്ക് അങ്ങനെ കാണിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾ പറയത്തില്ലേ? ഞാൻ ഈ ആഴ്ച അടുത്ത ആഴ്ച പോകും, അത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്ക് നല്ലോണം അറിയാമെന്ന് പറഞ്ഞു. നാളെ അല്ലെങ്കിൽ 99ാമത്തെ ദിവസം എനിക്ക് ഉറപ്പായിട്ടും അറിയാം. എന്നെ ഇവിടെ നിർത്തത്തില്ല. നൂറ് പറയണം. എന്നിട്ടാണല്ലോ നീ ഇത്രയും ദിവസം നിന്ന്, അതിന് നീ താങ്ക്സ് പറയണം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഞാൻ നന്ദി പറയത്തുള്ളൂ. നീ അങ്ങനെ പറയുമ്പോൾ എന്താ? അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്നുള്ളതല്ലേ? ഒരിക്കലുമില്ല, അത് ഞാൻ കുത്താൻ പറഞ്ഞതാണ് നൂറ. നീ അപ്പം പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാ. ഏത് അപ്പം പറഞ്ഞത്? നീ ഇത്രയും നാൾ കൂട്ടുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമെന്നൊക്കെ നീ പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതല്ലേ? അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അതെ, ഇപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായി, എൻ്റെ കൂടെ നടക്കുന്ന കള്ളസ്നേഹമാണെന്ന് അനുമോള് പറയുന്നു. നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് തോന്നി. അപ്പോൾ നീ തോന്നൽ തിരുത്തുന്നില്ലേന്ന് ആദില. ഒരാൾ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട്, അവർ നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, നമ്മളോട് വഴക്കിടാം. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴോ, അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വിളിച്ച് പറയുമ്പോഴോ, അപ്പം നമുക്ക് തോന്നും അവർ നമ്മളോട് ഇത്രയും നാൾ കാണിച്ചത് സ്നേഹമല്ലായിരുന്നെന്ന്. അനുമോള് പറഞ്ഞത് മനസ്സിൽ തട്ടി പറഞ്ഞ, അല്ലെങ്കിൽ മനസ്സിൽ തോന്നി പറഞ്ഞതാണ്. പക്ഷെ അവർ പറഞ്ഞൊന്നും മനസ്സിൽ തോന്നി പറഞ്ഞതല്ല. അതാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. അനുമോള് അത് തിരുത്തുന്നില്ലേന്നാണ് ചോദിക്കുന്നത്. നീ ഞങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നിൻ്റെ മനസ്സിൽ തട്ടി തന്നെ നീ അത് പറഞ്ഞത്, മനഃപൂർവ്വമാണ് പറഞ്ഞതെന്ന് വരുത്തി തീർക്കുന്നു. അപ്പം അനുമോൾ അതേറ്റ് പറയുന്നത്, മനഃപൂർവ്വം തന്നെ എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ ഇങ്ങനെ പറയുമ്പം പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്ന് തന്നെ അനുമോൾ പറയുന്നത്. ഞാൻ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, എനിക്ക് തോന്നിയതാണ്, എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എന്ന് അനുമോൾ തീർത്ത് പറയുകയാണ്. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.